നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റ് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിന് മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്കിതിനെ മലയാളത്തിലെ അന്തർശാഖീയ പഠനം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെങ്കിൽ അന്തർശാഖീയ പഠനം എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസിന്റെ വിവിധ ശാഖകൾക്ക് ഇടയിൽ ഉള്ള ബന്ധം, പൊളിറ്റിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധം നോക്കാം. സോ എന്താണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്? ഒരു വിഷയത്തിന്റെ പഠനം മറ്റു വിഷയങ്ങളുമായി എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എപ്രകാരമാണ് അത് നിർവഹിക്കപ്പെടുന്നത്, ഇതേക്കുറിച്ചുള്ള വിവിധ ശാസ്ത്ര ശാഖകളെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയ ശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രത്തിന്റെ ഒരു അപ്ലൈഡ് സയൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ശാഖയായതുകൊണ്ട് തന്നെ ഇതിന്റെ പഠനം പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് മറ്റു സോഷ്യൽ സയൻസുകളെല്ലാം തന്നെ ഇതോട് അനുബന്ധമായിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഹിസ്റ്ററി പഠിക്കണം, ഇക്കണോമിക്സ് പഠിക്കണം, നിയമം പഠിക്കണം, സൈക്കോളജി, ഇങ്ങനെയുള്ള മറ്റ് അലൈഡ് പൊളിറ്റിക്കൽ സയൻസുകളെല്ലാം തന്നെ നമ്മൾ ഇവിടെ പഠന വിധേയമാക്കുന്നുണ്ട്. നമ്മൾ ഓരോരോ സാമൂഹ്യ ശാസ്ത്രവും പ്രത്യേകമായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ്. പൊളിറ്റിക്കൽ സയൻസുമായിട്ട് അതിനുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അപ്പൊ നമ്മളിവിടെ നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊളിറ്റിക്കൽ സയൻസിന്റെ നേച്ചറും സ്കോപ്പും ഒക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഗവൺമെന്റുകളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള സംഘടനകളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു രാജ്യത്തിന്റെ അന്തർദേശീയ ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയാം. പൊളിറ്റിക്കൽ ഫിലോസഫീസിനെ കുറിച്ചുള്ള, ഐഡിയോളജീസിനെ കുറിച്ചുള്ള പഠനമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇതിന്റെ എല്ലാം ഇതെങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പഠിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ്? അത് ചരിത്രമാണ്, അല്ലെ? നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ വിഷയത്തിന്റെ പരിധിയിൽ വരുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം പുറകിലേക്കുള്ള പഠനത്തെ നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഭരണഘടനയുടെ വികാസം എങ്ങനെയാണ്, അതുപോലെ രാഷ്ട്രം എന്ന ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ മുൻഗാമികൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അത് ഹിസ്റ്ററിയാണ്. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട് ടുഡേയ്സ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഹിസ്റ്ററി, അല്ലെ? യെസ്റ്റർഡേയ്സ് ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ് നാളത്തെ ചരിത്രം എന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇന്ന് നടക്കുന്ന വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്, രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ദ ഹിസ്റ്ററി. അപ്പോൾ ഇങ്ങനെയാണ് ഹിസ്റ്ററി എന്താണ്? ഇന്നത്തെ ചരിത്രം നാളത്തെ രാഷ്ട്രീയം നാളത്തെ ചരിത്രമായിട്ട് വരുന്നു. അപ്പൊ ഈ ഒരു അർത്ഥത്തില് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കൊളോണിയലിസം എങ്ങനെയാണ് ഉണ്ടായത്, ദേശീയതയുടെ രൂപീകരണം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങള്, രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ പിന്നീട് എന്തായി മാറുന്നു? ചരിത്രമായി മാറുന്നു. അപ്പൊ നമ്മളെ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മോഡിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും, അല്ലെ? ഇന്നലെ നടന്നത് എന്തോ അതെടുത്ത് പഠിച്ചിട്ട് ഇന്നത്തെ പൊളിറ്റിക്സിനെ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ആ ഒരു അർത്ഥത്തില് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇറ്റ്സ് ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഇക്കണോമിക്സ് ആണ്. സാമ്പത്തിക ശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധം. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന എല്ലാ സാമൂഹിക ശാസ്ത്രങ്ങളും പഠിക്കുന്നത് ബേസിക്കലി മനുഷ്യനെ കുറിച്ചാണ്. എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാൻ ആസ് ആൻ ഇക്കണോമിക് ബീയിങ്, അല്ലെ? ഒരു സാമ്പത്തിക ജീവി എന്ന നിലയിലാണ് മനുഷ്യനെ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ മാൻ ആസ് പൊളിറ്റിക്കൽ ബീയിങ്, അതാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് മനുഷ്യനെ കുറിച്ച്. അതിന്റെ സെൻട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ, ഇപ്പൊ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇങ്ങനെയുള്ള പല ഇസങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷൻ,
LPG ഉണ്ട് അല്ലെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ഫിനോമിനകളൊക്കെ സംഭവിക്കുമ്പോൾ അതിന് ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഇക്കണോമിക് മാനങ്ങൾ, സാമ്പത്തിക മാനങ്ങൾ ഉള്ളവയാണ് ഇത്തരം സയൻസുകളൊക്കെ തന്നെ, ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ ഫലങ്ങളെ കുറിച്ച് പഠിക്കാതെ ആ പഠനം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. സാമ്പത്തിക വികസനം നടക്കുന്നത് എങ്ങനെയാണ്? സർക്കാർ നയങ്ങളിലൂടെയാണ്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും അതെന്താണ്, വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശബ്ദങ്ങളാണ്. അപ്പൊ നമ്മൾ പല തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രത്തെ അറിയുന്നത് അല്ലെ. നമ്മളിലേക്ക് രാഷ്ട്രം ഇടപെടുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ അറിയുന്നത്, രാഷ്ട്രത്തിന്റെ നികുതി വ്യവസ്ഥ, രാഷ്ട്രം നമുക്ക് നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങള്, അല്ലെങ്കിൽ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അതിന്റെയൊക്കെ നട്ടെല്ലെന്ന് പറയുന്നത് സാമ്പത്തിക ഭരണം കൂടി ആണ്, ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. 1991 ഇന്ത്യയിലെ LPG പോളിസി നടപ്പിലാക്കി അല്ലെ. ഈ LPG പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ആൻ എക്കണോമിക് പോളിസി, ബട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള നിയോ ലിബറലിസം, ഇങ്ങനെയുള്ള ആധുനികമായിട്ടുള്ള ഇക്കണോമിക് ഐഡിയോളജീസ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് ബൈ ദ ഹാൻഡ് ഓഫ് അവർ ഗവൺമെന്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നിയമവും അതുപോലെ പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. സോ നിയമം എന്ന് പറയുന്നത്, നിയമം രൂപീകരിക്കുന്നത് ആരാണ്? അത് ഭരണഘടന അല്ലെ. നിയമത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. അപ്പോ ഭരണഘടനയെ കുറിച്ചുള്ള പഠനം പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിയമം നോക്കിയിട്ടാണ്, നിയമാനുസൃതമായിട്ടാണ് ഭരണം നടത്തപ്പെടുന്നത്. അപ്പോ പൊളിറ്റിക്കൽ സയൻസിന് നിയമമില്ലാതെ ഒരു നിലനിൽപ്പ് ഇല്ല. അപ്പൊ ആ അർത്ഥത്തില് നിയമനിർമ്മാണ പ്രക്രിയയും നിയമപരമായിട്ടുള്ള ഭരണവും ഒക്കെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിയമം, ഇത് പരിസ്ഥിതിയുമായിട്ട് പല തരത്തിലുള്ള നിയമങ്ങളുണ്ട് അല്ലെ. ഈ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഭരണം നടക്കുന്നത്. ഭരണം എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ്. അപ്പോ ഈ മേഖലകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, നമുക്ക് വന നിയമമുണ്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുണ്ട്, പലതരത്തിലുള്ള സാമ്പത്തിക നിയമങ്ങള്, അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അന്തർദേശീയ നിയമങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് പല തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട്. എന്നാൽ ഈ നിയമങ്ങളുടെ ഒക്കെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ത്രൂ ഗവൺമെന്റൽ പോളിസീസ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിയമവും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ അധികാരത്തിന്റെ ഒരു സാമൂഹിക ഘടനയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലെ. അധികാരത്തിന്റെ സാമൂഹിക ഘടന എന്ന് പറയുമ്പോൾ അതിന് പൊളിറ്റിക്സും വന്നു, അതുപോലെ തന്നെ സോഷ്യോളജിയും വരുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, അതോടൊപ്പം തന്നെ സാമൂഹിക പ്രസ്ഥാനങ്ങള്. സോഷ്യോളജി എന്ന് പറയുന്നത് മനുഷ്യൻ സെന്റർ ഫിഗർ ആയിട്ടാണ് സോഷ്യോളജിയിൽ വരുന്നത്. അപ്പൊ ഒരു സോഷ്യോളജിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സയൻസ് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ജനാധിപത്യ വികാസം, അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളാണ്. ഇനി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അതിലൊരു സോഷ്യൽ സർവേ അനിവാര്യമാണ്. അതായത് ഇത് സൊസൈറ്റി എങ്ങനെയാണ്, മനുഷ്യൻ എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇതിന്റെ വിലയിരുത്തലുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠനങ്ങൾ, സോഷ്യൽ സർവേസ് ഒക്കെ നടത്തേണ്ടി വരും. അപ്പോ ഇവിടെ എന്താണ്, പൊളിറ്റിക്സും സോഷ്യോളജിയും രണ്ടായിട്ട് നിൽക്കാനേ സാധിക്കില്ല. ഇത് ഒന്നിച്ച് മൂവ് ചെയ്യുന്ന രണ്ട് സയൻസുകളാണ് ഇവ രണ്ടും. ഇപ്പോ വോട്ട് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോസസ് ആണ് അല്ലെ. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് അത്. വോട്ട് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ വോട്ടർമാരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അത് സോഷ്യോളജിയുടെ ഭാഗമാണ്. ഇതൊന്നും തമ്മിൽ വേറിട്ട് നിർത്താൻ പറ്റിയ കാര്യങ്ങളല്ല. അന്തർദേശീയ ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ പരിധിയിൽ വരുത്താൻ സാധിക്കും. എന്നാൽ അവിടെ പഠിക്കുന്നത് ആരെ കുറിച്ചാണ്?
മനുഷ്യനെ, ഒരു അന്താരാഷ്ട്ര മനുഷ്യനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ അത് സോഷ്യോളജിയുടെ ഭാഗമാണ്. അന്താരാഷ്ട്ര സംഘടനകള്, നാറ്റോ, WTO, സാർക്ക്, UN ഇങ്ങനെയുള്ള അന്തർദേശീയ സംഘടനകളെ കുറിച്ചൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ശീതയുദ്ധത്തെ കുറിച്ച്, കോൾഡ് വാർ അല്ലെ, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞാലും അതുണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നുണ്ട്, അത് സോഷ്യോളജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രീതിയിൽ എല്ലാ തരത്തിലും ഇതുവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ജിയോ പൊളിറ്റിക്സ് ആണ് മറ്റൊന്ന്. ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഭൂപ്രദേശവും അതിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ചുമുള്ള പഠനമാണ് ജിയോ പൊളിറ്റിക്സ്. അപ്പൊ പ്രകൃതി വിഭവങ്ങൾ, ആഗോളമായിട്ടുള്ള വിഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനം, അതുപോലെ തന്നെ ഈ രാജ്യ അതിർത്തികള്, അവിടെയുള്ള വിഭവങ്ങളുടെ വിതരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാല് എല്ലാ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളും തമ്മില് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഡേവിഡ് ഈസ്റ്റന്റെ ഒരു ഡെഫിനേഷനും കൂടി ഒന്ന് പറയാം. രാഷ്ട്രീയ ശാസ്ത്രം ശുദ്ധമായ ഒരു ശാസ്ത്രശാഖയല്ല, മറിച്ച് ഇതിനെ മനസ്സിലാക്കാൻ മറ്റു ശാസ്ത്രശാഖകളുടെ സഹായം അനിവാര്യമാണ്. ഇതാണ് ഡേവിഡ് ഈസ്റ്റൺ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാല് എന്താണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഡേവിഡ് ഈസ്റ്റന്റെ ഈ ഒരു ഡെഫിനേഷൻ മാത്രം ഡിസ്കസ് ചെയ്താൽ മതിയാകും. എന്ന് വെച്ചാല് മനുഷ്യനാണ് എല്ലാ സാമൂഹിക ശാസ്ത്രങ്ങളുടെയും സെന്റർ പൊസിഷൻ ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളും നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ കുറിച്ചുള്ള ഏതൊരു സാമൂഹ്യ ശാസ്ത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണമെങ്കിലും അവിടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് അഭികാമ്യമാണ്, അനിവാര്യമാണ്. അല്ലെങ്കിൽ ആ പഠനം പൂർത്തിയാകില്ല. ആ നിലയ്ക്ക് പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ മെയിൻ സോഷ്യൽ സയൻസ് ആയിട്ട് എടുത്ത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹിസ്റ്ററി അറിയണം, നമുക്ക് എക്കണോമിക്സ് അറിയണം, അതുപോലെ സോഷ്യോളജി പഠിക്കണം, നിയമം പഠിക്കണം. ഇതെല്ലാം നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.